നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അറബിക്കടലിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയുന്നു. ഇനിയുള്ള 4 ദിവസങ്ങൾ കൂടി കാലവർഷ മഴ ഇടവേളകളോടെ തുടരും. മഴയുടെ തോത് കുറഞ്ഞെങ്കിലും കെടുതികൾ തുടരുന്നു. പുന്നിയൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് അവിയൂർ എടക്കര വളയംതോടിലെ വീടുകൾ വെള്ളക്കെട്ടിൽ. കുന്നംകുളത്ത് കീഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. തിരുവത്ര കുഞ്ചേരിയിൽ വീടുകൾ വെള്ളത്തിൽ. കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കാനകൾ വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി KRFB അധികൃതർ. കടവല്ലൂർ, കടങ്ങോട്, എരുമപ്പെട്ടി എന്നീ പഞ്ചായത്തുകൾക്കാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള KRFB കത്ത് നൽകിയത്. വിശദമായ വാർത്തയിലേക്ക്. അറബിക്കടലിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയുന്നു. ഇനിയുള്ള 4 ദിവസങ്ങൾ കൂടി കാലവർഷ മഴ ഇടവേളകളോടെ തുടരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും മഴയുടെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വടക്കൻ ജില്ലകളിൽ പൊതുവെയും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പ്രത്യേകിച്ചും മഴ സാധ്യത കൂടുതലാകുമെന്നാണ് പ്രവചനം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ കരുവന്നൂർ, കീച്ചേരി പുഴയിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. പുന്നിയൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് അവിയൂർ എടക്കര വളയംതോടിലെ വീടുകൾ വെള്ളക്കെട്ടിൽ. മേഖലയിലെ 60ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത്. വെള്ളക്കെട്ടിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഭക്ഷണം പാകം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. 6ഓളം വീടുകളിൽ കിടപ്പു രോഗികളുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം പഞ്ചായത്ത് ഭരണാധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. പല വീടുകളിലും ഒരടിയോളം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇവർക്കായി 7ാം വാർഡിൽ സർക്കാർ തലത്തിലോ പഞ്ചായത്തിന്റെ പ്രത്യേക പരിഗണനയിലോ ക്യാമ്പുകൾ തുറക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്ന് പറയുന്നു. പമ്പ് ഹൗസ് വെള്ളത്തിലായതിനാൽ കുടിവെള്ളം പോലും ഈ ഭാഗങ്ങളിലുള്ളവർക്ക് കിട്ടാനില്ല. എത്രയും പെട്ടെന്ന് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സന്ദർശനം നടത്തിയ ഉമ്മർ മുക്കണ്ടത്ത്, RP ബഷീർ, ഷൺമുഖൻ മാങ്ങാടി, മുനാഷ് മച്ചിങ്ങൽ, PT റാഫി, VS ചന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു. ശക്തമായ മഴയിൽ ആനായ്ക്കൽ ചെമ്മണ്ണൂരിൽ കിണറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. കുന്നംകുളം നഗരസഭ 27ാം വാർഡ് പാനപ്പറമ്പ് റോഡിൽ സെന്റ് ജോർജ് കപ്പേളയ്ക്ക് സമീപം അന്തിക്കാട് ജെയ്സന്റെ വീട്ടുമുറ്റത്തെ കിണറിന്റെ ഒരു വശമാണ് ബുധനാഴ്ച പുലർച്ചെ ഇടിഞ്ഞു താഴ്ന്നത്. രാവിലെ 7 മണിയോടെയാണ് വീട്ടുകാർ കിണർ ഇടിഞ്ഞത് അറിയുന്നത്. കിണറിന്റെ ഒരു വശം ഇടിഞ്ഞ നിലയിലും തുടിക്കാൽ ചെരിഞ്ഞ നിലയിലുമായിരുന്നു. തുടർന്ന് ജെയ്സനും സഹോദരനും ചേർന്ന് സമീപത്തെ മോട്ടോർ പമ്പ് മാറ്റുന്നതിനിടെ തുടിക്കാൽ 30 അടിയോളം താഴ്ചയുള്ള കിണറിലേക്ക് പൂർണ്ണമായും താഴുകയായിരുന്നു. അപകടം പുലർച്ചെയായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തുടിക്കാല് ഭാഗം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് ജ്യേഷ്ഠനും വന്ന് ഞങ്ങൾ രണ്ടാളും അതിൻ്റെ കമ്പികളൊക്കെ മോട്ടറും ഒന്ന് മാറ്റി വെച്ച് വേഗം തന്നെ മാറ്റി വെച്ച് അപ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ അത് ഇടിഞ്ഞ് താഴത്തേക്ക് വീഴാനുണ്ടായിരുന്നു, നിലമ്പത്ത് ചെയ്തത്. അപ്പോൾ ഇത് മറ്റുള്ള വീടുകളിലുള്ള ആൾക്കാർക്ക് അതൊരു അറിയിപ്പും കൂടിയായിട്ടാണ് ഞാൻ ഇപ്പോൾ പറയണത്. എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക. വീടിനോട് ചേർന്നുള്ള കിണറാകുമ്പോൾ എല്ലാവരും. കനത്ത മഴയെ തുടർന്ന് കീഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. 30ഓളം കുടുംബങ്ങളാണ് കുന്നംകുളം നഗരസഭയുടെ 2ാം വാർഡിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രദേശത്തേക്കുള്ള ഏക റോഡ് ചൊവ്വാഴ്ച വൈകിട്ടോടെ വെള്ളം നിറഞ്ഞു. വാഹനങ്ങൾക്ക് പോകാനാവാത്ത അവസ്ഥയാണ്. ഇവിടെ താമസിക്കുന്ന 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. മാറാൻ സാധിക്കാത്ത പലരും വെള്ളം കയറിയ വീടുകളിൽ തന്നെ കഴിയുകയാണ്. 2018 വലിയ വെള്ളപ്പൊക്കത്തിലാണ് കാക്കത്തുരുത്ത് ആദ്യമായി മുങ്ങിയത്. തുടർന്നിങ്ങോട്ട് എല്ലാ വർഷവും കനത്ത മഴയിൽ ഇവിടെ വെള്ളം കയറാറുണ്ട്. പാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിലാണ് ആദ്യം വെള്ളം കയറിയത്.
കീഴൂർ വെട്ടിക്കടവ് പാടശേഖരത്തിനോട് ചേർന്നാണ് കാക്കത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ വീടുകളിലേക്കും വെള്ളം കയറും. കുന്നംകുളം നഗരസഭയിലെ 10-ാം വാർഡ് ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് തകർന്നു വീണ ചൊവ്വന്നൂർ കോലാടിപ്പറമ്പിൽ വിജേഷ് താമസിച്ചിരുന്ന വീട് MLA AC മൊയ്തീൻ സന്ദർശിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ മഴയിലാണ് വീട് തകർന്നത്. വിജേഷും കുടുംബവും വീട് തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് MLA AC മൊയ്തീൻ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. കുടുംബത്തിന് വേണ്ടതായ നഷ്ടപരിഹാരത്തിന് സർക്കാരിനെ സമീപിക്കുമെന്നും കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിച്ചിരുന്ന വാടക വീട് 17-ാം തീയതി പുലർച്ചെ 4:30 മണിയോടുകൂടി കാലവർഷക്കെടുതിയുടെ ഭാഗമായി നിലംപതിച്ചിരിക്കുകയാണ്. ശോചനീയാവസ്ഥയിലാണ്. വീട്ടിലെ ഏതാനും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ പുസ്തകവും ഗ്യാസ് സിലിണ്ടറും എല്ലാം കൂടിയുള്ള സാധനങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. നഷ്ടപരിഹാരത്തിന് ആവശ്യമായ ഏർപ്പാടിന് ഗവൺമെന്റിനെ സമീപിക്കും. അതുപോലെ തന്നെ കളക്ടറോടും ഈ കാര്യം അടിയന്തരമായിട്ട് ഇന്നലെ വില്ലേജുകാർ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടർന്നും ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വെള്ളം കയറി ഒറ്റപ്പെട്ട കുന്നംകുളം നഗരസഭ 2-ാം വാർഡിലെ കാക്കത്തുരുത്ത് പ്രദേശം നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളാണ് മഴക്കെടുതി മൂലം വലഞ്ഞിട്ടുള്ളത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വീട്ടുകാരുടെ നിലവിലെ സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞു. പാടത്തിന് നടുവിലൂടെയുള്ള റോഡാണ് കാക്കത്തുരുത്ത് നിവാസികളുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗം. ഇത് കനത്ത വെള്ളക്കെട്ടിൽ മൂടിക്കിടക്കുകയാണ്. അതിനാൽ തന്നെ പ്രദേശവാസികൾ തീർത്തും ഒറ്റപ്പെട്ടു. കുറച്ചുപേർ മാറി താമസത്തിന് തയ്യാറായിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്ക് നഗരത്തിലെത്തുന്നതിനും മറ്റും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ വെള്ളം ഉൾപ്പെടെയുള്ള ഗതാഗത മാർഗങ്ങളുടെ സാധ്യത പരിശോധിച്ചതായും ഈ സാധ്യത താലൂക്ക് വില്ലേജ് അധികൃതരുമായി സംസാരിച്ചിട്ടുള്ളതായും സീതാ രവീന്ദ്രൻ അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വാർഡ് കൌൺസിലർ രേഷ്മ സുനിൽ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും ചെയർപേഴ്സണൊപ്പം ഉണ്ടായിരുന്നു. CCTV വാർത്തയെ തുടർന്ന് കലുങ്കിനടിയിലെ മാലിന്യങ്ങൾ നീക്കി. പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് റോഡിന് സമീപത്തെ കലുങ്കിനടിയിലാണ് വൻതോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നത്. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നത് CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ കലുങ്കിനടിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ഇതോടെ വെള്ളം കലുങ്കിനടിയിലൂടെ ഒഴുകിപ്പോയി തുടങ്ങി. എന്നാൽ കലുങ്കിനും സമീപം മാലിന്യം റോഡരികിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതുമൂലം ഇവ വീണ്ടും കലുങ്കിലേക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കാനകൾ വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി KRFB അധികൃതർ. കടവല്ലൂർ, കടങ്ങോട്, എരുമപ്പെട്ടി എന്നീ പഞ്ചായത്തുകൾക്കാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള KRFB കത്ത് നൽകിയത്. കാനകൾ നിറഞ്ഞ് വെള്ളം റോഡരികിലെ വീടുകളിലേക്ക് പ്രവഹിച്ചതോടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അധികൃതർ പരിശോധന നടത്തിയിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതും റോഡരികിലെ അനധികൃത നിർമ്മാണങ്ങളുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമായത്. റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള അപകട സൂചനാ ബോർഡുകൾ പാഴ്ചെടികൾ വളർന്നു കാഴ്ചമറയുന്ന വിധത്തിലായിട്ടുണ്ട്. ഇവ വെട്ടി നീക്കണമെന്നും റോഡരികിലെ ബോർഡുകളും ആവശ്യമില്ലാത്ത സ്ലാബുകളും റോഡിലേക്ക് തള്ളി നിൽക്കുന്ന അനധികൃത നിർമ്മാണങ്ങളും നീക്കം ചെയ്യണമെന്നും കത്തിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ ആവശ്യത്തിന് കാന നിർമ്മിക്കാതെ റോഡ് നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 14 കോടി രൂപ ചെലവിട്ട് അത്യാധുനിക രീതിയിൽ 2022-ലാണ് റോഡ് പൂർത്തീകരിച്ചത്. എളവള്ളി പഞ്ചായത്തിൽ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരങ്ങൾ ആഭാസമാണെന്നും അത് ജനങ്ങൾ തള്ളിക്കളയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. മഴക്കാലത്തിനു മുന്നേ തന്നെ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്, കോഴിത്തോട് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ എല്ലാ വാർഡുകളിലും കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കു വേണ്ടി 20,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ എല്ലാ വാർഡ് മെമ്പർമാരെയും അറിയിച്ചിട്ടുള്ളതായിരുന്നു. വീടുകളിൽ വെള്ളം കയറുന്നത് മൂലം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. ഈ സത്യാവസ്ഥ നിലനിൽക്കെയാണ് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭാസ സമരം നടത്തുന്നതെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.
ഓരോ വാർഡുകളിലും ഉണ്ടാകുന്ന ചെറിയ കാനകളും മറ്റും വൃത്തിയാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ 16 മെമ്പർമാർക്കും 20,000 രൂപ വെച്ചുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഗഡു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മറ്റു രണ്ടാമത്തെ ഗഡുവും നമ്മൾ അനുവദിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എളവള്ളി ഗ്രാമപഞ്ചായത്ത് കൃത്യമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് സൂചിപ്പിച്ചത്. തീർച്ചയായും ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഉണ്ടായ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായി നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെയെല്ലാം കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ആഭാസ സമരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം എന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പാർട്ടികളുടെ മെമ്പർമാർക്ക് പോലും ഈ സത്യാവസ്ഥ അറിയാമെന്ന്. വടക്കേക്കാട് ചക്കിത്തറയിൽ വെള്ളക്കെട്ട്, ജനങ്ങൾ ദുരിതത്തിൽ. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാന അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. മഴ ശക്തമായതോടെ റോഡിൽ വെള്ളം കെട്ടി നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വടക്കേക്കാട് പഞ്ചായത്തിലെ 7-ാം വാർഡ് ചക്കിത്തറ 500 റോഡിൽ കള്ളുഷാപ്പിന് സമീപമാണ് അരയ്ക്കൊപ്പം വെള്ളം കെട്ടി നിൽക്കുന്നത്. ഒരാഴ്ചയായി ഇവിടെ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. 300 മീറ്ററോളം പ്രദേശം പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ്. റോഡ് നവീകരിക്കാൻ 46 ലക്ഷം അനുവദിക്കുകയും 3 മാസങ്ങൾക്ക് മുൻപ് പണികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പണി പൂർത്തീകരിക്കുവാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴ പെയ്തതോടെ നിലവിൽ റോഡ് പണി സ്തംഭിച്ചു. കാനയ്ക്കിരുഭാഗത്തുമായി നിർമ്മിച്ചിട്ടുള്ള ഭിത്തിയിൽ പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന കമ്പികളിൽ ചവിട്ടി അപകടം സംഭവിക്കുന്നതും പതിവായി. ചക്കിത്തറ തോട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിടാനുള്ള സംവിധാനത്തിനാണ് കാന നിർമ്മിച്ചതെങ്കിലും നിലവിൽ നേരെ വിപരീത ഫലമാണ് ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്ന ആരോപണം തുടക്കത്തിൽ തന്നെ ഉയർന്നിരുന്നു. വെള്ളമൊഴുകിപ്പോകാനുള്ള സംവിധാനമില്ലാതെയും റോഡ് ഉയർത്താതെയുമാണ് നിർമ്മാണം നടന്നിട്ടുള്ളതെന്നാണ് ആരോപണം. കമ്പികളൊക്കെ ഒന്ന് മടക്കിയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വീഴേ എന്തിനും വയസ്സാൾക്കാരൊക്കെ പോണ ആൾക്കാരാണ്. ഈ കമ്പികളൊന്ന് മടക്കിട്ടാലും മതി. ഈ സ്ലാബിടെ മഴ പെയ്തതിന് സ്ലാബിടാൻ പറ്റില്ലേ? ഈ കമ്പി ഒന്ന് മടക്കിട്ടൂടെ? ആരെങ്കിലും അതിലും മേലെ വീണ്ട ആരെങ്കിലും എന്തിനായി കഴിഞ്ഞാൽ ആരും ഉത്തരം പറയാം. റോഡിന്റെ ഒരു ഭാഗം മാത്രം ഉയർത്തി കട്ട വിരിക്കുന്നുണ്ടെങ്കിലും കള്ളുഷാപ്പ് ഭാഗം നിലവിലുള്ള സ്ഥിതിയിൽ ടാർ ചെയ്യുകയാണ്. ഇത് പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകില്ല. റോഡിന്റെ ഭാഗം 2 അടിയെങ്കിലും ഉയർത്തി ടാർ ചെയ്താൽ ഒരു പരിധിവരെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവര് റോഡ് ഉയർത്താണ്ട് നമുക്ക് ടാർ ചെയ്തിട്ട് എന്താ പോകാറുള്ളത്? ജനങ്ങളിപ്പോൾ എത്രയും നേരം ബുദ്ധിമുട്ടുന്നത്. ഒരു പീടിയെ പോകാനോ അല്ലെങ്കിൽ ഒരു ആശുപത്രി ഒരു വണ്ടി വരാനോ ഭയങ്കര പ്രയാസമാണ്. ഈ വാർഡ് മെമ്പറോട് പറഞ്ഞാൽ അത് ഉയർത്തണം, റോഡിന്റെ ആവശ്യം പക്ഷെ ഇപ്പൊ 40 ലക്ഷം പാസ്സായിട്ടുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞത് ടാറിങ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. 45 ലക്ഷം പാസ് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരം എന്തെങ്കിലും കാര്യം ചെയ്യണ്ടേ? അനേക ഹോസ്പിറ്റലിൽ കൊണ്ടോണം, ഒരു രക്ഷയില്ലാണ്ടിരിക്കുക. ഇവിടെ ഈ താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് ഇവിടെ റോഡ് ഉയരുക എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം. അത് ഏക്കും ഇവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? മെമ്പർക്കും അറിയാതൊക്കെ. അവരാ വേനൽക്കാലത്ത് വന്നിട്ട് ഇവിടെ വെള്ളമൊന്നുമില്ല, അപ്പൊ ഇവിടുന്ന് കാന പൊളിച്ചാ റോഡിലേക്കാ പോകുന്നുണ്ടെന്ന് പോകും. വീട്ടില് സാധനങ്ങളില്ല, മേടിക്കാൻ പോകാൻ പറ്റുന്നില്ല, വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങളുടെ. മഴയിൽ ചാവക്കാട് മുനിസിപ്പാലിറ്റി 4-ാം വാർഡ് തിരുവത്ര കുഞ്ചേരിയിൽ വീടുകൾ വെള്ളത്തിൽ. താഴ്ന്ന പ്രദേശത്ത് നിൽക്കുന്ന 5 വീടുകളിലാണ് കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയത്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ BJP നേതാക്കൾ സന്ദർശനം നടത്തി. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, സെക്രട്ടറി സുഗന്ധവേണി, വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് പ്രമോദ് ശങ്കരൻ, വെസ്റ്റ് ഏരിയ കമ്മിറ്റി മെമ്പർ സീമന്തിനി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത്. വർഷങ്ങളായിട്ട് ഇവിടെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡ് 4-ാം വാർഡും ഇടതുപക്ഷം തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പരിഹാരം ഇതുവരെ ആരും കണ്ട് എത്തുന്നില്ല. ഇതിൻ്റെ ദുരിതം ഞങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഭരണകർത്താക്കൾ വെള്ളം എങ്ങനെ ഒഴുകി പോകണം എന്നുള്ളതൊന്നും ചിന്തിക്കാതെ അടച്ചു കെട്ടിയിട്ടും മറ്റുള്ള രൂപത്തിൽ കൂടെ ഓരോരുത്തരുടെ സൗകര്യം പോലെ അടച്ചു കെട്ടിയിട്ട് ഇപ്പോൾ വെള്ളത്തിന് പോകാനുള്ള മാർഗ്ഗമില്ല. വിഷമങ്ങൾ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഇതിന് വേണ്ട ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തു തരണമെന്ന് വളരെ വിനീതമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടിലത്തെ ഇവിടെ താമസിക്കുന്നത്.
ഗാസയിലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തി. മുല്ലത്തറയിൽ നിന്നാരംഭിച്ച റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഐക്യദാർഢ്യ സദസ്സ് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ, LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ, കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CT ജോഫി, CPIM ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ M ബാലാജി, TV ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ ദാസന്മാരായി മാറിയെന്ന് CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം കേച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണിത വീടും ആ സ്ഥലവും അല്ല, പാവങ്ങൾ കൂട്ടിട്ട് കൂടാണ്ടാണ് ഉണ്ടായിരുന്ന പണി പോയത് കൊണ്ടാണ്. പണിയുള്ള സമയത്ത് അത് തിരിച്ചറിവുണ്ടായിരുന്നു. ഇപ്പൊ പണിയില്ലാത്തതാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഇടവന്നതിനും നമുക്ക് ഇല്ല. കടാശ്വാസ പദ്ധതികളെന്ന് പ്രഖ്യാപിക്കുന്നവർ പോലും ഇത് തരുന്നില്ല. കോർപ്പറേറ്റ് ഭീമന്മാരുടെ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളിയ കേന്ദ്ര സർക്കാർ സാധാരണക്കാരന്റെ 1 രൂപ പോലും എഴുതിത്തള്ളാൻ തയ്യാറാകുന്നില്ല. കിടപ്പാടവും തൊഴിലും ഉൾപ്പെടെ സർവ്വവും നഷ്ടപ്പെട്ട വലിയ ദുരന്തം നേരിട്ട വയനാട്ടിലെ ജനങ്ങളുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ എതിർപ്പ് പ്രകടമാക്കിയ കേന്ദ്രം അംബാനിയുടെയും അദാനിയുടെയും ഉൾപ്പെടെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ വായ്പയാണ് എഴുതിത്തള്ളിയത്. തൊഴിലാളി ദ്രോഹ നടപടികളാണ് മോദി സർക്കാരിന്റെ മുഖമുദ്ര. ആശാവർക്കർമാരോടും അങ്കണവാടി ജീവനക്കാരോടുമുള്ള അവഗണന കേന്ദ്രം തുടരുകയാണെന്നും UP ജോസഫ് കൂട്ടിച്ചേർത്തു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ KK മണി നഗറിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് സുലജ പത്മനാഭൻ പതാക ഉയർത്തി. KK പ്രിയ രക്തസാക്ഷി പ്രമേയവും TA ആലീസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സുലജ പത്മനാഭൻ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി MS പ്രേമലത പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KB നബീറ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK പ്രസന്നകുമാരി, KF ഡേവിസ്, RV ഇക്ബാൽ, KV ഷീബ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, CITU ഏരിയ ട്രഷറർ PG ജയപ്രകാശ്, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് CD വാസുദേവൻ, CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് എന്നിവർ സംസാരിച്ചു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്ക് കെട്ടിടം നിർമ്മിക്കാൻ 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. വെസ്റ്റ് മങ്ങാട് കോതോട്ട് വീട്ടിൽ ബാബുവും കുടുംബവും മാതൃകയായി. സ്ഥലത്തിന്റെ ആധാരം ബാബുവിന്റെ ഭാര്യ കവിത പോർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിസിന് കൈമാറി. പഞ്ചായത്ത് അംഗം വിജിത പ്രജി അധ്യക്ഷത വഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഖില മുകേഷ്, KA ജ്യോതിഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, അംഗൻവാടി അധ്യാപിക P ബിന്ദു, ICDS സൂപ്പർവൈസർ അനിത, ബഷീർ, രാജി, വേലായുധൻ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ 2ാം വാർഡ് പൊന്നം 62ാം നമ്പർ അങ്കണവാടിയാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. സ്വന്തമായി സ്ഥലം ലഭിച്ചതോടെ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ പറഞ്ഞു. കാലാവധി കഴിയുമ്പോഴേക്കും നമുക്കത് പറ്റുമോ എന്നുള്ള ഒരു ഓട്ടം നമുക്ക് നടത്താം. എത്രത്തോളം ഇത് സാധിക്കും എന്നുള്ള കാര്യമാണ്. കാരണം ഈ ഗവൺമെന്റ് ഫണ്ടിന്റെ കാര്യം ആയതുകൊണ്ട് കുറെ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അത് എത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും ഇന്ന് ഇപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഉള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും നമ്മളെ ഈ അംഗൻവാടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് പറഞ്ഞു നിൽക്കുന്നത്. വളരെ സന്തോഷം. LDF തിരുവത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കോട്ടപ്പുറം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം തിരുവത്ര കുമാർ UP സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് AM സതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPIM തിരുവത്ര ലോക്കൽ സെക്രട്ടറി സലാം, ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്, അഡ്വക്കേറ്റ് അൻവർ, TM ഹനീഫ, പ്രസന്ന രണദിവെ, PK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് KR ആനന്ദൻ, TM ദിലീപ്, MA ബഷീർ, PP രണദിവെ, കുന്നത്ത് ഷാഹു, രമേശ് കോട്ടപ്പുറം, ജയരാജ്, ലോഹിദാസൻ എന്നിവർ നേതൃത്വം നൽകി.
കടങ്ങോട് പഞ്ചായത്ത് 16-ാം വാർഡ് മരത്തങ്കോട്, കിടങ്ങൂർ, നോങ്ങല്ലൂർ പ്രദേശങ്ങളിലേക്ക് പോകാവുന്ന റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള കാന നിർമ്മാണം നാട്ടുകാരെ വലയ്ക്കുന്നു. കാനയ്ക്ക് സ്ലാബ് ഇടാത്തതും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിലും ഗതാഗതം നിലച്ചതിലും പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. മരത്തങ്കോട് പാലം മുതൽ കിടങ്ങൂർ, നോങ്ങല്ലൂർ പ്രദേശങ്ങളിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരെയാണ് PWD വിഭാഗം കാന നിർമ്മാണം നടത്തിയത്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് 2 മാസം കഴിഞ്ഞിട്ടും സ്ലാബിടാനോ റോഡ് തടസ്സപ്പെടുത്തി കുന്നുകൂട്ടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കൂടാതെ കാനയുടെ അരികുവശങ്ങളിൽ കമ്പികൾ പുറത്തു കാണുന്നതും കാനയ്ക്കായി പൊളിച്ച റോഡിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കാതെ കിടക്കുന്നതും ചൂണ്ടിക്കാട്ടി നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. നിർമ്മാണത്തെ തുടർന്ന് കിടങ്ങൂർ, നോങ്ങല്ലൂർ റോഡിലേക്കുള്ള ഗതാഗതം നിലച്ചിട്ട് 2 മാസത്തോളമായി. ചെറുവാഹനങ്ങൾ മുതൽ സ്കൂൾ വാഹനങ്ങൾ വരെ വന്നിരുന്ന വഴിയാണിത്. ഗതാഗതം നിലച്ചതോടെ കുട്ടികൾക്ക് ഏറെ നടന്നു വേണം വണ്ടിയിൽ കയറാൻ. ഈ വഴി തടസ്സപ്പെട്ടതിനാൽ വാഹനയാത്രികർ മാന്തോപ്പ്, മരത്തങ്കോട് സ്കൂൾ എന്നീ വഴികളിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചാണ് വടക്കാഞ്ചേരി റോഡിലേക്ക് പ്രവേശിക്കുന്നത്. സ്ലാബിടാത്ത കാനയ്ക്ക് സമീപത്തുകൂടി കുട്ടികളും പ്രായമായവരും ഏറെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 4 പേർക്കാണ് ഇവിടെ കാനകളിൽ വീണ് പരിക്കേറ്റത്. 3 ആഴ്ച കഴിഞ്ഞു ഈ പാലം പണി നടത്തിയിട്ട്. ഇതുവരെ ഈ റോഡ് തുറക്കാനോ അതല്ലെങ്കിൽ ഇതിൻ്റെ മേൽ നടപടി സ്വീകരിക്കാനോ ഇവിടുത്തെ അധികാരികളോ അതല്ലെങ്കിൽ ഈ വർക്ക് എടുത്തുള്ള ആൾക്കാരോ ഇന്നവരെ അതിന് പരിശ്രമിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു മേഡം ഉണ്ട്. ആ മേഡം പറയണത് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങളിത് തുറക്കും, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും. ഇതാണ് മേഡം പറയണത്. അതേമാതിരി തന്നെ എന്തെങ്കിലും നമ്മൾ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പൂച്ചേൻ്റെ അടുത്ത് മുഖത്തിട്ടമായിട്ടുള്ള സംസാരങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്. ഇതേമാതിരി തന്നെ ഈ കാനയിൽ 4 ആൾ വീണു. 1 തെളിവ് ഇദ്ദേഹം, 1 ആ നിൽക്കുന്ന ചേച്ചി, 2 കുട്ടികൾ. ഇതൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടുപോയി ഇവരെന്നെ ഒരു 10,000 രൂപ ചിലവാക്കിയിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞപ്പോൾ അവരെല്ലാം അതിന് പ്രതികരിക്കുന്നില്ല. വളരെ മോശമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതിൻ്റെ അധികാരികൾ ഇത് കണ്ണുറക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാനയ്ക്കായി എടുത്ത മണ്ണ് റോഡിനോട് ചേർന്നുള്ള വീടിന്റെ അരികുഭാഗത്താണ് കൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ മണ്ണിലൂടെ വെള്ളം ഇറങ്ങിയതായും വീടിനകത്ത് കിളിർപ്പുണ്ടായതായും വീട്ടുടമസ്ഥൻ വർഗീസ് പറഞ്ഞു. ആ മണ്ണെല്ലാം കിടക്കുന്ന കാരണം കൊണ്ട് വീടിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോണത്. ഉള്ളിലേക്ക് കിളിർപ്പുണ്ട്, വീടിന് അകത്തേക്ക് കിളിർപ്പുണ്ട്. വീടിന്റെ ചുമരിനോട് ചേർന്ന് കൂട്ടിയിട്ടിട്ടുള്ള മണ്ണ് ഇനിയും നീക്കം ചെയ്തില്ലെങ്കിൽ വീട് ഇടിഞ്ഞു വീഴുന്നതിന് കാരണമാകുമെന്നും വർഗീസ് പറഞ്ഞു. പരാതി PWD വിഭാഗം ഉദ്യോഗസ്ഥയെ അറിയിച്ചപ്പോൾ പരാതിക്കാരെ നിശബ്ദരാക്കുകയും നിരുത്തരവാദപരമായ സമീപനവുമാണ് ഉണ്ടായതെന്നും നാട്ടുകാർ പറഞ്ഞു. ചോദിക്കുന്ന ആളാണ് ഞാൻ നിശബ്ദനാക്കണ പരിപാടിയാണ്. അവരെ പേരിൽ കേസെടുക്കും, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ പറയണത്. ഇത് കാന കയറിയിട്ട് 2 ആഴ്ച ഇട്ടു. ആ കഴിഞ്ഞിട്ട് വാർത്തിട്ട് ഇപ്പോൾ 18-20 ദിവസമായി. ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കുമെന്ന് പറയണത്. വാർത്തയിലെ മറ്റേ ഇതിട്ട് ബ്രഞ്ചില്ലേ, ആ സാധനം ഇടാണ്ട് വാർത്തയുള്ള കമ്പികളൊക്കെ കാണുന്ന രീതിയിലാണ്. വെറും തരികട പരിപാടി ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ആര് ചോദിച്ചാൽ അവരെ നിശബ്ദരാക്കണ പരിപാടി. അവർക്കെതിരെ കേസെടുക്കും, ചോദിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ പറയണത്. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കടങ്ങോട് മിൽ സെന്ററിന് സമീപം സ്കൂട്ടറിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പാറപ്പുറം ആളൂർ വീട്ടിൽ മധുസൂദനാണ് പരിക്കേറ്റത്. ഇയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ, ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ TS ജെയ്സൺ, TO ഷൈജു, MK ജോൺസൺ, MV ഷാൻഡോ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജൂൺ 26, 27 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ബുധനാഴ്ച മുതൽ നവനാൾ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് ഹിന്ദി, സുറിയാനി, മലങ്കര, ലത്തീൻ ക്രമങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. ജൂൺ 26 വ്യാഴാഴ്ച വൈകിട്ട് 6 നടക്കുന്ന രൂപമെഴുന്നള്ളിപ്പിന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കാർമ്മികത്വം വഹിക്കും. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോൺ പുത്തൂർ കാർമ്മികത്വം വഹിക്കും. ഫാദർ പോൾ മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകും. അന്നേ ദിവസം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേർച്ച ഊട്ടും ഉണ്ടാകും.
കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സജ്ജമാക്കിയ ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നടന്നു. പാവർട്ടി റോഡിൽ മറ്റം ഗേൾസ് ഹൈസ്കൂളിന് സമീപത്ത് സജ്ജമാക്കിയ ടോയ്ലറ്റുകളുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റിനീഷ്, NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, TO ജോയ്, ശരത് രാമനുണ്ണി, സെബീന റിറ്റോ, രമ ബാബു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ചുമട്ടുതൊഴിലാളികൾ, വ്യാപാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 6,65,000 രൂപ ചെലവഴിച്ചാണ് 2 ഈ ടോയ്ലറ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന തൊഴിൽ വകുപ്പ് നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്കിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ് മുഖ്യ ഏകോപനവും സംഘടനവും വഹിച്ച ഒരാഴ്ച നീണ്ടുനിന്ന കർമ്മപരിപാടികളുടെ ഭാഗമായി അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വർക്ക് സൈറ്റുകൾ, താമസിക്കുന്ന ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ നടത്തുകയും ബാലവേല നിരോധന നിയമത്തെ സംബന്ധിച്ച് അതിഥി തൊഴിലാളികൾക്ക് ഹിന്ദിയിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബാലവേല നിരോധന നിയമത്തെ സംബന്ധിച്ച് വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ UV സുമിത് ബോധവൽക്കരണം നയിച്ചു. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. VK റഫീഖ് അധ്യക്ഷനായി. പഴഞ്ഞി MD കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസും സംയുക്തമായി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രസക്തി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഫ്ലാഷ് മോബും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. BSW വിദ്യാർത്ഥി ശ്രീലക്ഷ്മി ബാലവേല വിരുദ്ധ ദിന സന്ദേശം നൽകി. ബാലവേല വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന സ്റ്റിക്കറുകളും പോസ്റ്ററുകളും വിദ്യാർത്ഥികളും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിവിധ പൊതുസ്ഥലങ്ങളിൽ പതിപ്പിച്ചു. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ഒരാഴ്ച നീണ്ടുനിന്ന കർമ്മപരിപാടികൾ പൊതുജനങ്ങൾക്ക് നവ്യാനുഭവമായി. സുമനസ്സുകളുടെ സഹായത്തിന് കാത്തുനിൽക്കാതെ പ്രശാന്ത് കുമാർ യാത്രയായി. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പോർക്കുളം കൊങ്ങണൂർ കല്ലായിൽ 53 വയസ്സുള്ള പ്രശാന്ത് കുമാറിന് നാട് യാത്രാമൊഴി നൽകി. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള പണം കണ്ടെത്താനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരുന്നു. മകൻ വിവേകിന്റെ കരൾ മാറ്റിവെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇതിനായി കക്ഷിഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരുന്നു. ചികിത്സയ്ക്കുള്ള 45 ലക്ഷം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് പ്രശാന്ത് കുമാറിന്റെ മരണവാർത്തയെത്തിയത്. ഇതോടെ നാടാകെ ദുഃഖത്തിലായി. ധന്യയാണ് പ്രശാന്ത് കുമാറിന്റെ ഭാര്യ. വിവേക്, വിസ്മയ എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടന്നു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഓണത്തിന് പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ വേലൂർ പഞ്ചായത്തിൽ കർഷകർക്കായി ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ A ബൈജു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ B സ്വപ്ന, CDS അംഗങ്ങൾ, ബെഡ്സ് വിദ്യാർത്ഥികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വിത്ത് പാക്കറ്റ് വിതരണവും നടന്നു. ജനാധിപത്യത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിൽ മാധ്യമപ്രവർത്തനം ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ജില്ലാ സബ് കളക്ടർ അഖിൽ V മേനോൻ. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആദര ചടങ്ങും ID കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സബ് കളക്ടർ. എല്ലാ മേഖലയിലും സംഭവിക്കുന്ന പോലെ തന്നെ മൂല്യശുദ്ധികളും ആ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ നമ്മുടെ തൃശ്ശൂരിലെ എല്ലാ പത്രപ്രവർത്തകരും അതിന് മീതെ അല്ലെങ്കിൽ അതിന് മേലെ ഉയർന്നു വന്ന് നമ്മുടെ ആദർശവും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാപരമായ ആ ചുമതലയും നിർവഹിക്കാൻ എല്ലാവരും സജ്ജരാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം എല്ലാവർക്കും. ഭരണഘടനാപരമായുള്ള ജനങ്ങളുടെ അവകാശങ്ങളാണ് എപ്പോഴും പത്രങ്ങൾ നിർവഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ അയ്യന്തോൾ കളക്ടറേറ്റിന് സമീപമുള്ള ഹാളിൽ വെച്ചായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവു തെളിയിച്ചവരെയും തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത്, ആന്റോലിസ എന്നിവരെയും ആദരിച്ചു. അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും ഉണ്ടായി. KMJA സംസ്ഥാന പ്രസിഡന്റ് മധു കടുംതുരത്തി,
KPPA സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം മൂഴിക്കൽ, സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം വറീദ് ചിറ്റിലപ്പിള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഗുരുവായൂർ, മേഖലാ ഭാരവാഹികളായ രാധാകൃഷ്ണ കുരുവാൻകുഴി, PP ഫൈസൽ പുന്നയൂർക്കുളം, ജോൺസൺ തൃശൂർ, നവീൻ ഭഗീരഥൻ, ഡിനോ കൈത്താരം, പ്രവീൺ ചേലക്കര എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രമേശ് ചേമ്പിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ U പ്രമോദ് നന്ദിയും പറഞ്ഞു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CPIM കാട്ടകമ്പാൽ പഞ്ചായത്ത് കാഞ്ഞിരത്തിങ്കൽ ബ്രാഞ്ച് ആദരിച്ചു. ബ്രാഞ്ച് പരിധിയിലെ വിജയിച്ച കുട്ടികളുടെ വീടുകളിൽ ചെന്ന് ബ്രാഞ്ച് സെക്രട്ടറി സ്റ്റാൾസൺ CS മൊമന്റോ നൽകിയാണ് ആദരിച്ചത്. ലോക്കൽ കമ്മിറ്റി അംഗം EA മൊയ്തുട്ടി, ബ്രാഞ്ച് അംഗങ്ങളായ CP ഷാജൻ, KK ഷിമീർ, CS സൈജൻ, അനുമോൻ C തമ്പി, P ജെസി ജോ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. വരവേൽപ്പ് 2025 എന്ന പേരിൽ മേഖലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രവേശനോത്സവ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് TA പ്രേമരാജ്, പ്രിൻസിപ്പാൾ VB ശ്യാം, ഹെഡ്മിസ്ട്രസ് KK മഞ്ജുള, അധ്യാപകരായ മീന ജോർജ്, ചൈതന്യ C, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡന്റ് സാബു ഐനൂരിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹികാരോഗ്യം ഉറപ്പുവരുത്താൻ കേരള സർക്കാർ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ ഭാഗമായി താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സൗഹൃദ കോർഡിനേറ്റർ റീജ MR ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കൊച്ചന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PV അജിത, മുതിർന്ന അധ്യാപകൻ ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ, പ്രധാനാധ്യാപിക ഇൻചാർജ് TP പുഷ്പാഞ്ജലി, അധ്യാപകരായ CC ഗീവർഗീസ്, KK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ സൗഹൃദ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ താങ്ങായി തണലായി രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ക്ലാസ് നൽകി. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, SMC ചെയർമാൻ ശങ്കരൻ നാരായണൻ, MPTA പ്രസിഡന്റ് സുനിത അജി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ഷേർലി നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, പ്രിൻസിപ്പൽ ഷീബ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി സിൻഡ, PTA വൈസ് പ്രസിഡന്റ് TK ശിവൻ, SMC ചെയർമാൻ VS ശ്രീജൻ, വിദ്യാർത്ഥി പ്രതിനിധി ക്രിസ് മരിയ, അധ്യാപകൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീനയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ +1, +2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA പ്രസിഡന്റ് മുഹമ്മദ് സിംഗ്ല അനുമോദിച്ചു. വിജയികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി. മാനേജർ പ്രതിനിധി MK മുഹമ്മദ് മുനീർ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പാൾ ഹുസൈൻ K വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. രക്ഷകർത്താക്കൾക്കായി ഉത്തരവാദിത്വപൂർണമായ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ മെന്റർ സുലൈമാൻ അസ്ഹരി ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. വാർഡ് മെമ്പർമാരായ സുധ K, ദ്രൗപദി, ഹെഡ്മാസ്റ്റർ C ജോയ് ചെറിയാൻ എന്നിവർ സംസാരിച്ചു. പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് NSS പ്രോഗ്രാം ഓഫീസർ നിഷ VS, സ്കൗട്ട് മാസ്റ്റർ സജീവ് ഫ്രാൻസിസ് MJ, ഗൈഡ്സ് ക്യാപ്റ്റൻ മാഗി EG എന്നിവർ വിശദീകരണം നൽകി. ബ്ലെസി വിൻസെന്റ് V സ്വാഗതവും സെബാസ്റ്റ്യൻ MJ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹൈമാസ് ലൈറ്റും തെരുവുവിളക്കും കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി സമരം നടത്തി. MPയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി BJP മുന്നോട്ട് വരുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച എരുമപ്പെട്ടി മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി പറഞ്ഞു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, സതീശൻ ചേറ്റുട്ടി, മനീഷ് വള്ളിക്കാട്ടിരി, ഉദയൻ വന്ദന എന്നിവർ നേതൃത്വം നൽകി. എന്ത് പ്രതിപക്ഷ ധർമ്മമാണ് ഈ പഞ്ചായത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കണം.
ആ നടത്തിയിട്ടുള്ള സമരത്തില് ഈ കോൺഗ്രസിന്റെ മുഴുവൻ മെമ്പർമാരും അതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം. വെറും അഡ്ജസ്റ്റ്മെന്റ് വരണമല്ലാതെ ഒന്നും തന്നെ ഈ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നില്ല. ഇവിടെ പ്രതിപക്ഷമില്ല. പ്രതിപക്ഷത്തിന്റെ ധർമ്മം നടത്തേണ്ട ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി CPM-ന് ഒത്താശ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം. ഗുരുവായൂർ നഗരസഭയും ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായി പൂക്കോട് കൃഷിഭവനിൽ വെച്ച് കാർഷിക ലോൺ മേളയും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. തേനീച്ച വളർത്തൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബിജു സെബാസ്റ്റ്യൻ ക്ലാസ് എടുത്തു. ജൈവവള നിർമ്മാണം എന്ന വിഷയത്തിൽ പ്രസീന, ബാലൻ, മാനന്തേടത്ത് എന്നിവർ പരിശീലന ക്ലാസ് എടുത്തു. ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർ അനീസ് ബാങ്ക് മേളയ്ക്ക് നേതൃത്വം നൽകി. പൂക്കോട് കൃഷി ഓഫീസർ P. റിജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് കൗൺസിലർമാരായ KP റഷീദ്, ബിബിത മോഹൻ എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഓഫീസർ TN നിമൽ സ്വാഗതവും ഷിജി ചാക്കോ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പുഷ്പനഗരം ചെണ്ടുമല്ലി കൃഷിയുടെ നഗരസഭാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കാവേട് പാറയിൽ ALP സ്കൂളിന് സമീപം നടക്കും. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും ഇംഗ്ലീഷ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ J. ഫരീദ അധ്യക്ഷയായ ചടങ്ങിൽ കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റഫീഖ് VK ബാലവേലയെക്കുറിച്ചും അതിന്റെ നിയമവശങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അഡ്വക്കേറ്റ് സുമിത് UV മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആരിഫ, ഇംഗ്ലീഷ് വിഭാഗ മേധാവി മഞ്ജു കൃഷ്ണ, NSS പ്രോഗ്രാം ഓഫീസർ അനീഷ, MA വിദ്യാർത്ഥിനികളായ സന ഫാത്തിമ, ഫിദ എന്നിവർ പങ്കെടുത്തു. അറിയിപ്പ്. കടങ്ങോട് ഗവൺമെന്റ് LP സ്കൂളിൽ HTV തസ്തികയിലേക്ക് LPSTA ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂൺ 24-ന് അഭിമുഖം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി രാവിലെ 11:30-ന് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. തൃശൂർ CBSE സഹോദയ കോംപ്ലക്സ് ജില്ലയിലെ CBSE സ്കൂളിലെ 10-12 ക്ലാസുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും വ്യാഴാഴ്ച ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. മെറിറ്റ് ഡേ 2025 എന്ന പേരിൽ ജൂൺ 19-ന് വ്യാഴാഴ്ച ചമ്മനൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന അനുമോദന സദസ്സിൽ CBSE തൃശൂർ സഹോദയയിലെ 97 സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും അവാർഡുകൾ നൽകി ആദരിക്കും. രാവിലെ 10 മണിക്ക് കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ ഉദ്ഘാടനം ചെയ്യും. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അമൽ മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്ണത്തയിൽ, കാലിക്കറ്റ് സർവകലാശാല മുൻ രജിസ്ട്രാറും അമൽ ഇംഗ്ലീഷ് സ്കൂൾ അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ IP അബ്ദുൾ റസാഖ് എന്നിവർ അവാർഡ് സമർപ്പണം നടത്തും. സഹോദയ സിറ്റി കോർഡിനേറ്റർ ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ രാജ സീനിയർ സെക്കൻഡറി സ്കൂൾ ചാവക്കാട് പ്രിൻസിപ്പളും സഹോദയ തൃശൂർ ജനറൽ സെക്രട്ടറിയുമായ ഷമീം ബാവ, അമൽ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ നാലകത്ത്, അമൽ മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്ണത്തയിൽ, ജോയിന്റ് സെക്രട്ടറി ഹുസൈൻ ചെറുവത്തൂർ എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് മൂന്നാംകല്ല് അമ്പല പരിസരം മരണാനന്തര സമിതിയുടെ നേതൃത്വത്തിൽ സേനാനായകനായിരുന്ന മുല്ലമംഗലം കേശവൻ നമ്പൂതിരി അനുസ്മരണം സംഘടിപ്പിച്ചു. മരണാനന്തര സമിതി ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ശ്രീ പത്മനാഭപുരം മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. VA ഗോപി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, മുല്ലമംഗലം നാരായണൻ മാസ്റ്റർ, ഫ്രാൻസിസ് വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 9250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചർമ്മം. പഴഞ്ഞി അയനൂർ കണ്ടിരുത്തി വീട്ടിൽ മോഹനൻ നിര്യാതനായി 57 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഗിരിജ ഭാര്യയും അഖിൽ, അശ്വതി എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ കോട്ടപ്പടി അമ്പലത്ത് വീട്ടിൽ പണ്ടാരത്തിൽ ഹാഷിം ചാവക്കാടിന്റെ മകൻ ഫിറോസ് നിര്യാതനായി 53 വയസ്സായിരുന്നു. ഖബറടക്കം മണത്തല പള്ളി ഖബർസ്ഥാനിൽ നടന്നു. നുസൈബ മാതാവും ഷൈനി ഭാര്യയുമാണ്. ഫിർസാൻ, ഫിറോസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അറബിക്കടലിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയുന്നു. ഇനിയുള്ള 4 ദിവസങ്ങൾ കൂടി കാലവർഷ മഴ ഇടവേളകളോടെ തുടരും. മഴയുടെ തോത് കുറഞ്ഞെങ്കിലും കെടുതികൾ തുടരുന്നു. പൊന്നിയൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് അവിയൂർ എടക്കര വളയംതോടിലെ വീടുകൾ വെള്ളക്കെട്ടിൽ. കുന്നംകുളത്ത് കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. തിരുവത്ര കുഞ്ചേരിയിൽ വീടുകൾ വെള്ളത്തിൽ. കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കാനകൾ വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി KRFB അധികൃതർ. കടവല്ലൂർ, കടങ്ങോട്, എരുമപ്പെട്ടി എന്നീ പഞ്ചായത്തുകൾക്കാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള KRFB കത്ത് നൽകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.